They try to make me quiet, but my hunger shakes the ground. I hear that you are passing. I will not be shut down. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ ഇവിടെ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് എടുത്തിട്ടുള്ളത് ഇന്ന് ഏവൻഗേലിയനായി വായിച്ച ഭാഗം തന്നെയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടി എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെയിരുന്നിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നുവെന്ന് അവർ പറഞ്ഞ കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന്, പ്രഭുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗ്രഹിച്ചു. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ ശാന്ത നിമിഷത്തിനായ സ്തോത്രം. നീ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ. വിളിച്ച് യോഗ്യമാവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ പുലർത്തിയ ദൈവമേ, ഞങ്ങളെ വീണ്ടും പുലർത്താൻ നിനക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടല്ലോ. നിന്റെ വചനവുമായി നിൽക്കുമ്പോൾ എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. നീ ഏത് അർത്ഥത്തിലാണോ ഈ വചനം എഴുതപ്പെട്ടത്, ആ അർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കാനും ആ അർത്ഥത്തിൽ തന്നെ കേൾവിക്കാർക്കത് മനസ്സിലാകുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണേ. ആദ്യാവസാനം നിന്റെ കൃപ തന്ന് അനുഗ്രഹിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ നമ്മൾ ആദ്യമേ വായിച്ചത് അവർ എരിഹോവിൽ എത്തിയെന്നാണ്. യേശുവിൻ്റെ ഒരു പരസ്യ ശുശ്രൂഷയാണ് ഇവിടെ. തൻ്റെ എരിഹോ യാത്രയാണ്. എരിഹോവിൽ നിന്നും യേശു യെരുശലേമിലോട്ടുള്ള യാത്രയാണ്. യേശുവിൻ്റെ ഈ എരിഹോ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് തൻ്റെ അവസാന യാത്രയാണ്. കാരണം തൻ്റെ കുരിശുമരണത്തിനായിട്ട് യേശു ഒരുങ്ങുകയാണ്. യെരുശലേമിലാണ് തനിക്ക് കുരിശുമരണം സംഭവിക്കേണ്ടത്. തൻ്റെ പിതാവ് തനിക്ക് തന്ന ഏറ്റവും വലിയ ദൗത്യമാണ് ഈ കുരിശുമരണം. ഓർക്കുക, ഈ കുരിശുമരണം എന്ന് പറയുന്നത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ അവസാനമല്ല. കുരിശുമരണം ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ഉച്ചകോടിയാണ്. അതിനുശേഷം പറയുന്നു, പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടി. പുരുഷാരം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഒരു പ്രധാന ഘടകമാണ് പുരുഷാരം. ഈ പുരുഷാരം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒന്നുകിൽ യേശുവിൻ്റെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ പുറകിലായിരിക്കും, അല്ലെങ്കിൽ യേശുവിനോട് കൂടെ ആയിരിക്കും. ഇവിടെ പറയുന്നു പുരുഷാരത്തോട് കൂടെയെന്ന്. അതായത് പുരുഷാരം ഇപ്പോൾ യേശുവിൻ്റെ കൂടെയാണ്. ഈ പുരുഷാരം എന്ന് പറയുമ്പോൾ ഓർക്കണം, ഈ പുരുഷാരത്തിൻ്റെ മനോഗതി സ്ഥിരമല്ല. ചിലർ വരുന്നത് ചിലർ യേശുവിൻ്റെ അടുത്ത് വരുന്നത് അവൻ്റെ അത്ഭുതങ്ങൾ കാണാനാണ്. എന്നാൽ ചിലർ വരുന്നത് രോഗസൗഖ്യത്തിനാണ്. എന്നാൽ മറ്റു ചിലർ അവൻ്റെ ലാവണ്യ വാക്കുകളെ കേൾക്കാനാണ്. വേറെ ചിലരുണ്ട് യേശുവിനെ കുറ്റപ്പെടുത്താനും യേശുവിനെ വിമർശിക്കാനും വരുന്ന ചിലരുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചില ആൾക്കാരുണ്ട് യേശുവിനെ യഥാർത്ഥമായി വിശ്വസിച്ചവരും
യേശുവിനെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചവരും ആ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് തിമായുടെ മകനായ ബർത്തമായി. ആരാണ് ഈ ബർത്തമായി? ബർത്തമായി ഒരു അന്ധനാണ്. ബർത്തമായി ഒരു യഹൂദനാണ്. മാത്രമല്ല, ഇവൻ ആരുമില്ലാത്തവനാണ്. അതുകൊണ്ടാണ് അവൻ എരിഹോവിന്റെ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നത്. ഇവൻ യേശു കടന്നു പോകുമ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചവനാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നാണ് അവൻ നിലവിളിച്ചത്. ഓർക്കുക, ഈ അന്ധനായ ബർത്തമായിക്ക് എങ്ങനെ അറിയാം ഈ കടന്നു പോകുന്ന യേശു ദാവീദ് പുത്രനാണെന്ന്? ഓർക്കണം, ഈ ബർത്തമായിക്ക് കണ്ണു കാഴ്ചയില്ലെങ്കിലും അവന് നല്ല ചെവി കേൾക്കാമെന്ന്. അവൻ്റെ ചെവിക്ക് നല്ല കേൾവിയാണ്. അപ്പോൾ അവൻ്റെ ചുറ്റുമുള്ള പുരുഷാരം പറയുന്നത് അവൻ കേട്ടു കാണും. എന്താണ് അവൻ കേട്ടത്? ഈ യേശു യഹൂദന്മാർ കാത്തിരിക്കുന്ന മിശിഹയാണ്. ഇവൻ രക്ഷകനാണ്. ഇവൻ അധികാരമുള്ളവനാണ്. ഇവൻ അധികാരമുള്ളത് കൊണ്ട് ഇവൻ രോഗസൗഖ്യമുണ്ട്. ഇവനാണ് ആൾക്കാർ വന്ന് രോഗസൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള വാർത്ത ഈ ബർത്തമായി കേട്ടിട്ടുണ്ട്. ഓർക്കുക, കാഴ്ചയില്ലെങ്കിലും യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ വിശ്വസിച്ച വ്യക്തിയാണ് ബർത്തമായി. ഈ യഹൂദന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അന്ന് ഈ യേശുവിനെ കുറിച്ച് യേശുവിനോട് അവർ സംസാരിക്കുമ്പോൾ അവർ യേശുവിനെ കർത്താവേ, ദാവീദ് പുത്ര എന്നൊക്കെ അവർ വിളിക്കുന്നു. ദാവീദ് പുത്ര എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത്. ദാവീദ് അവരുടെ ഇസ്രായേലിന്റെ മഹത്തായ രാജാവാണ്. അതുകൊണ്ടാണ് അവർ യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നത്. അത് യേശുവിന്റെ രാജകീയ പദവിയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിന്റെ രാജകീയ പദവിയെ ദാവീദ് പുത്ര. ഇവിടെ ബർത്തമായി യേശുവിനെ വിളിക്കുന്നത് ദാവീദ് പുത്ര എന്നാണ്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നാണ് അവന്റെ നിലവിളി. ബർത്തമായിയുടെ ഈ ദാവീദ് പുത്ര എന്ന വിളി അതവന്റെ വിശ്വാസത്തിന്റെ വാക്കാണ്. അതവന് വെറും വിളിയല്ലത്, സഹായത്തിനായിട്ടുള്ള ഒരു വിളിയല്ല അവന്. അതവന് വിശ്വാസത്തിന്റെ വിളിയാണ്. അതവന്റെ ഏറ്റുപറച്ചിലുമാണ്. എന്താണ് ബർത്തമായി ഏറ്റുപറയുന്നത്? ബർത്തമായി ഏറ്റുപറയുന്നത് ഈ യേശു രാജാവാണ്, അവൻ മിശിഹായാണ്, അവൻ രക്ഷകനാണ്. ഇതാണ് ബർത്തമായി ഏറ്റുപറയുന്നത്. പിന്നീട് ബർത്തമായി പറഞ്ഞു, എന്നോട് കരുണ തോന്നണമേ. കരുണ തോന്നണമേ എന്നത് ഇത് വെറും ഒരു നിലവിളിയല്ല. ബർത്തമായി നിലവിളിക്കുവാണ് കരുണ തോന്നണമേ എന്ന്. ഇത് ബർത്തമായുടെ വെറും നിലവിളിയല്ല, ഇത് യേശുവിനോടുള്ള കരുണയ്ക്കായുള്ള യാചനയാണ്. ഒപ്പം അതവന്റെ വിശ്വാസ പ്രഖ്യാപനവുമാണ്. എന്താണ് ബർത്തമായുടെ പ്രഖ്യാപനം? ഈ യേശു യഹൂദന്മാർ കാത്തിരിക്കുന്ന മിശിഹായാണ്. ഈ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ യേശു രാജാവാണ്. ഈ രാജാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ യേശു രക്ഷകനാണ്. ഈ രക്ഷകനിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ബർത്തമായുടെ പ്രഖ്യാപനം. ബർത്തമായി നിലവിളിക്കുകയാണ്. റോഡരികിലിരുന്നാണ് ബർത്തമായി നിലവിളിക്കുന്നത്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ഓർക്കുക, ഒരു പുരുഷാരം യേശുവിന്റെ കൂടെയുണ്ട്. ബർത്തമായുടെ നിലവിളി അവളെ ഉയരുവാണ്. ഓർക്കുക, ഈ നിലവിളി എന്ന് പറയുമ്പോൾ കരച്ചിലിൽ നിന്നും വ്യത്യസ്തമാണ്. കരച്ചിൽ എന്ന് പറയുമ്പോൾ അത് സൗണ്ട് കുറവാണ്. നിലവിളി എന്ന് പറയുമ്പോൾ ഒച്ച കൂടുതലാണ്. അവൻ നിലവിളിക്കുകയാണ്, എന്നോട് കരുണ തോന്നണമേ എന്ന്. കാരണം സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന ബർത്തമായാണിത്. ബർത്തമായിക്കറിയാം യേശു കടന്നു പോകുന്നതാണ്. കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ യേശുവിനെ കിട്ടത്തില്ല. കാരണം കാഴ്ചയില്ലാത്തവനാണ്. അവന് പോയി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല യേശുവിനെ. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചാണ് യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിച്ചത്. പക്ഷെ പുരുഷാരത്തിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. പുരുഷാരത്തിന് അവനെ ഒരു ശല്യമായിട്ട് തോന്നി. അതുകൊണ്ടാണ് പുരുഷാരം പറഞ്ഞത് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചു. മിണ്ടാതിരിക്കുക. ഈ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ വാക്ക് അത് ഈ ലോകത്തിന്റെ വാക്കാണ്. അത് ഈ ലോകത്തിന്റെ ശബ്ദമാണ്. അത് ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുമാണ്. അതെ, ഈ ലോകം മുഴുവനെ കാണുന്നത്
അവൻ്റെ നിസ്സഹായതയെ കൊള്ളയടിച്ചാണ്, അവൻ്റെ നിസ്സഹായതയെ മുതലെടുത്താണ് ഈ ലോകം ഒരുവിനെ കാണുന്നത്. ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാകുമ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാട് ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമാണ്. യേശു ഭർത്തമായിയെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഹൃദയ വിചാരങ്ങളെ ആരാഞ്ഞറിയുകയാണ്. പിന്നീട് നമ്മൾ വായിച്ചത് യേശു നിന്നു അവനെ വിളിപ്പില്ലെന്ന് പറഞ്ഞു. പുരുഷാരം പോവുകയാണ്. ബദ്ധമായവരുടെ നിലവിളിയാണ്. മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ശാസിക്കുന്നുണ്ട്. പക്ഷെ യേശു അവിടെ നിന്നു. അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. യേശു നിന്നു. യേശു തൻ്റെ യാത്ര അവിടെ നിർത്തുകയാണ് ചെയ്തത്. തൻ്റെ എരിഹോ യാത്ര യേശു അവിടെ നിർത്തുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് യേശു തൻ്റെ യാത്ര നിർത്തിയത്? യേശു തൻ്റെ യാത്ര നിർത്താൻ കാരണം തൻ്റെ ഭക്തന്റെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവഗണിക്കപ്പെട്ടവരുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിശബ്ദരാക്കപ്പെട്ടവരുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഭക്തമായുടെ നിലവിളിക്ക് മുമ്പിൽ യേശു നിന്നു. അവനെ വിളിപ്പീരെന്ന് പറഞ്ഞു. ഇത് യേശുവിൻ്റെ ഉത്തരവാണ്, ഓർഡർ. യേശു ഉത്തരവ് കൊടുക്കുകയാണ്, ഒരു ഓർഡർ കൊടുക്കുകയാണ്, വിളിപ്പീൻ. ഇത് യേശു കൊടുക്കുന്ന ഒരു ദൗത്യം കൂടിയാണ്. ഇത് യേശു കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ആർക്കാണ് യേശു ഈ ദൗത്യം കൊടുത്തത്? എന്താണ് ദൗത്യം? തള്ളപ്പെട്ടവരെയും നിശബ്ദരാക്കപ്പെട്ടവരെയും കരയുന്നവരെയും ഏകാന്തത അനുഭവിക്കുന്നവരെയും എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരാനാണ് ആ ദൗത്യം. എൻ്റെ അടുക്കിലോട്ട് വിളിച്ചു കൊണ്ടുവരികയും വിളിപ്പീൻ എന്നാണ് യേശു പറയുന്നത്. തള്ളപ്പെട്ടവരെയും ആരും ആശ്രയമില്ലാത്തവരെയും വിളിച്ചു കൊണ്ടുവരാനാണ് യേശു പറയുന്നത്, വിളിപ്പീൻ. യേശു ഈ ദൗത്യം ആർക്കാണ് കൊടുത്തതെന്ന് അറിയാമോ? യേശു ഈ ദൗത്യം കൊടുത്തത് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്കാണ്. അവിടെ കൂടി വന്ന പുരുഷാരത്തിനാണ്. തന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച, സൗഖ്യം പ്രാപിച്ച ജനങ്ങൾക്കാണ് ആ ദൗത്യം കൊടുത്തത്. തന്നിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച കുറേ പേരവിടുണ്ട്. തന്നിൽ നിന്ന് മറ്റനുഗ്രഹങ്ങളും പ്രാപിച്ചവരുണ്ട്. യേശു ഈ ദൗത്യം കൊടുത്തത് അവർക്കാണ്. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ മുട്ടുമുടക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ, നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ നിശബ്ദരാക്കുന്നവരുടെ മുമ്പിൽ ദൈവം നമ്മളെ മാന്യ വ്യക്തിയായിട്ട് മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, നിശബ്ദരാക്കുന്നവരുടെ മുമ്പിൽ ദൈവം അവരോട് പറയും, അവളെ വിളിപ്പീനെന്ന്. അവളെ വിളിപ്പീൻ. നമ്മുടെ പ്രാർത്ഥന അതുകൊണ്ട് മുടങ്ങരുത്. നിന്ദിക്കപ്പെട്ടാലും അവഗണിക്കപ്പെട്ടാലും തള്ളപ്പെട്ടാലും ഉപേക്ഷിക്കപ്പെട്ടാലും ഒറ്റയായാലും പ്രാർത്ഥന മുടക്കരുത്. ദൈവസന്നിധിയിലിരുന്ന് നിലവിളിക്കുന്ന സ്വഭാവം നമ്മൾ നിർത്തിപ്പോകരുത്. ഇവിടെ ഇതാ വിളിപ്പിൻ എന്ന ശബ്ദം വ്യക്തമായി കേട്ടു. വ്യക്തമായി തന്റെ പുതപ്പിട്ട് കളഞ്ഞ ഓടി യേശുവിൻ്റെ അടുത്തോട്ട് വരികയാണ്. വ്യക്തമായി തന്റെ പുതപ്പിട്ട് കളഞ്ഞു. വ്യക്തമായുടെ പുതപ്പ്. ഈ പാവം വ്യക്തമായി ഇപ്പോൾ ഓർത്ത് കാണും, ഞാൻ പഴയ ഭർത്തമായൊന്നുമല്ല, ഞാനിപ്പോൾ ഒരു പുതിയ മനുഷ്യനാണ്. യേശു എന്നെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ യേശുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് പുതപ്പിൻ്റെ ആവശ്യമില്ല. ഭർത്തമായുടെ പുതപ്പ് അവൻ്റെ വസ്ത്രം മാത്രമല്ല, അതവൻ്റെ പഴയ ജീവിതം കൂടിയാണ്. ഭർത്തമായ്ക്ക് പുതപ്പ് വിലപ്പെട്ടതായിരുന്നു. അതവൻ്റെ സ്വത്തായിരുന്നു, സമ്പത്തായിരുന്നു, അവൻ്റെ ആശ്രയമായിരുന്നു. മാത്രമല്ല ഭർത്തമായ്ക്ക് പുതപ്പ് അവനെ അനേക നാളുകളായി മൂടിയിരുന്ന അവൻ്റെ ഇരുട്ടിൻ്റെ പ്രതീകമായിരുന്നു. അവൻ്റെ ഏകാന്തതയുടെ പ്രതീകമായിരുന്നു. അവനെ ഭരിച്ചിരുന്ന അവൻ്റെ മൗന നൊമ്പരങ്ങളുടെ പ്രതീകം കൂടിയായിരുന്നു ഭർത്തമായുടെ പുതപ്പ്. ആ പുതപ്പാണ് ഭർത്തമായി ഇട്ട് കളഞ്ഞത്. കാരണം യേശുവിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഈ പുതപ്പിൻ്റെ ആവശ്യം അവനില്ല. അവൻ്റെ പഴയ ജീവിതം ലോകത്തെയാണ് കാണിക്കുന്നത്. പുതപ്പ് ലോകത്തെ കാണിക്കുന്നു. അതിട്ട് കളഞ്ഞിട്ടാണ് നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മളും ഒരു ആരാധനയോടടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ വചനധ്യാനത്തിൽ,
നമ്മൾ ഓർക്കണം, നമ്മുടെ ലോകപരമായിട്ടുള്ള ചില ആശ്രയങ്ങൾ, ചില ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതെല്ലാം നമ്മൾ വിട്ടുകളയേണ്ടതുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഒരു ആരാധനയോട് അടുത്തപ്പോൾ അബ്രഹാം ചെയ്തത് എന്താണെന്ന് അറിയാമോ? മോറിയ മലയിലോട്ട് തന്റെ യാഗത്തിനായി തന്റെ മകനുമായിട്ട് യാത്ര ചെയ്യുകയാണ്. കൂടെ വാലിക്കാരുണ്ട്, കഴുതയുണ്ട്. 3-ാം ദിവസമാണ് ദൈവം ആ ആരാധന സ്ഥലം കാണിക്കുന്നത്, ആ യാഗസ്ഥലം കാണിക്കുന്നത്. ആരാധനയുടെ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അബ്രഹാം ഒരു മതിൽ കെട്ടുകയാണ്. തനിക്കും വാലിക്കാർക്കും, തനിക്കും കഴുതയ്ക്കുമിടയിൽ ഒരു മതിൽ കെട്ടുകയാണ്. വാലിക്കാരോട് പറഞ്ഞു, ഇനി നിങ്ങളും കഴുതയും ഇവിടെ, ഞാനും എൻ്റെ മകനും പോയി യാഗം കഴിച്ച് ആരാധന കഴിച്ച് ഞാൻ എൻ്റെ മകനുമായി തിരിച്ചു വരും. എന്തൊരു വിശ്വാസം! ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുന്ന അബ്രഹാം മകനുമായി തിരിച്ചു വരുമെന്നാണ്. അബ്രഹാം തൻ്റെ ആരാധനയിൽ ഒരു മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്, ഒരു വേർതിരിവ്. ഇവിടെ ഇത് വ്യക്തമായും യേശുവിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ, യേശുവിനെ കാണാനായിട്ട് പോകുമ്പോൾ അവനവൻ്റെ പുതപ്പിട്ട് കളഞ്ഞു. ഇപ്പോൾ വ്യക്തമായി യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. യേശുവിൻ്റെ മുമ്പിലാണ് വ്യക്തമായി നിൽക്കുന്നത്. ഒരിക്കൽ എരിഹോവിലെ തെരുവിൽ ഭിക്ഷാടനത്തിലിരുന്ന വ്യക്തമായി ഇപ്പോൾ രക്ഷകന്റെ മുമ്പിൽ നിൽക്കുന്നവനായി നിൽക്കുകയാണ്. രക്ഷകന്റെ മുമ്പിലാണ് വ്യക്തമായി നിൽക്കുന്നത്. വ്യക്തമായിട്ട് ജീവിതം പതിയെ ചേഞ്ച് ആകാൻ തുടങ്ങി. യേശുവിൻ്റെ അടുക്കലോട്ട് വ്യക്തമായി വന്നു എന്ന് പറയുന്നത് അവൻ്റെ ആത്മീയ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. അവന് ചേഞ്ച് വന്നു, അവൻ ചിലതൊക്കെ വിട്ടുകളഞ്ഞു. അവനിപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. യേശുവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ യേശു വർത്തമാനം ഒരു ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ യേശു ഈ ചോദ്യം വർത്തമാനോട് ചോദിക്കണം. യേശുവിന് അറിയത്തില്ലേ ഈ ഭർത്തമായിക്ക് വേണ്ടത് കാഴ്ചയാണെന്ന്? അതുകൊണ്ടല്ലേ പുരുഷാരം മിണ്ടാതിരിക്കാനും ശാസിച്ചതൊക്കെ അവൻ കാഴ്ചയ്ക്ക് വേണ്ടി നിലവിളിച്ചവനല്ലോ. യേശുവിനറിയാം ഭർത്തമായിക്ക് വേണ്ടത് കാഴ്ചയാണെന്ന്. പിന്നെ ഈ ചോദ്യം ചോദിക്കണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്? യേശുവിൻ്റെ ഈ ചോദ്യം ഭർത്തമായുടെ ഹൃദയത്തെ അളക്കാനാണ്. അവൻ്റെ വിശ്വാസത്തെ സാമൂഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് യേശു. കാരണം അവൻ്റെ വിശ്വാസം പരീക്ഷിക്കേണ്ടതുണ്ട്. അതാണ് അവനൊരു അവസരം കൊടുത്തതാണ്. മാത്രമല്ല, ഇവനെ നിശബ്ദനാക്കിയ ഈ പുരുഷാരത്തിൻ്റെ മുമ്പിൽ ഇവനെ ഒരു മാന്യ വ്യക്തിയായിട്ട് യേശുവിന് നിർത്തേണ്ടതുണ്ട്. ഇവനെ ഒരു മാന്യ വ്യക്തിയായിട്ട് യേശുവിന് നിർത്തണം. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്? ഇന്ന് ഈ ദൈവം നമ്മളോടും ഈ ചോദ്യം ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്? ഇന്ന് നിന്റെ മനസ്സിലെ പ്രയാസം എന്താണ്? നിനക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത നിന്റെ മനസ്സിൻ്റെ പ്രയാസം എന്താണ്? നിന്നെ ഭരിക്കുന്ന വലിയ ക്വസ്റ്റ്യൻ എന്താണ്? പറയൂ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്? നീ നിന്റെ ഹൃദയത്തിൽ നിന്ന് തുറക്കുമാണെങ്കിൽ, ഞാൻ നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്റെ ജീവിതം ഇരുട്ടാക്കിയവരുടെ മുമ്പിൽ ഞാൻ നിന്നെ മാന്യ വ്യക്തിയായിട്ട് നിർത്തുന്ന സമയങ്ങൾ വിദൂരമല്ല. നീ എൻ്റെ മുമ്പിൽ നിന്റെ ഹൃദയം ഒന്ന് തുറക്കണം. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന ചോദ്യത്തിന് ബദ്ധമായി സ്നേഹത്തോടെ ഉത്തരം പറഞ്ഞു, റബ്ബൂനി, എനിക്ക് കാഴ്ച കാണാം. റബ്ബൂനി, എനിക്ക് കാഴ്ച കാണാം. ഈ റബ്ബൂനി എന്ന വാക്ക് അരാമ്യ പദമാണ്. അർത്ഥം എൻ്റെ ഗുരുവേ. അർത്ഥം എൻ്റെ ഗുരുവേ, അതായത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുവേ, എനിക്ക് കാഴ്ച വേണം. ഈ റബ്ബൂനി എന്ന വാക്ക് ഓർക്കുക, വ്യക്തമായി എരിഹോവിലെ വഴിയരികിൽ ഭിക്ഷാടനം നടത്തുമ്പോൾ യേശുവിനെ വിളിച്ചൊരു വിളിയുണ്ട്, ദാവീദ് പുത്ര എന്ന്. ആ ദാവീദ് പുത്ര എന്ന വിളി അവൻ അകലെ നിന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷയുടെ വിളിയാണ്. ഇപ്പോൾ അവൻ യേശുവിൻ്റെ അടുക്കലാണ്.
യേശുവിൻ്റെ തൊട്ടടുത്താണ് അവൻ നിൽക്കുന്നത്. യേശുവിൻ്റെ തൊട്ടടുത്തായപ്പോൾ ഭർത്തമായുടെ വിളിയുടെ സ്റ്റൈലൊക്കെ മാറി. റബ്ബൂനി എന്നാണ്. റബ്ബൂനി, എൻ്റെ ഗുരുവേ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുവേ എന്നായി. തുടർന്ന് അവൻ പറഞ്ഞത്, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അതവൻ്റെ ജീവിതാഭിലാഷമാണ്. കാഴ്ച വേണം. യേശുവേ, ഞാൻ ഇരുട്ടിലാണ്, അന്ധതയാണ് എൻ്റെ ചുറ്റിലും. ഞാൻ ഇന്നേ വരെ മനുഷ്യരുടെ മുഖമോ ഈ ലോകത്തിൻ്റെ വെളിച്ചമോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാഴ്ച വേണം. എൻ്റെ ഗുരുവേ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുവേ, എനിക്ക് കാഴ്ച വേണം. എന്നിട്ട് വ്യക്തമായി ഒരു മൗന പ്രാർത്ഥനയായി ഇങ്ങനെ ഉരുവിട്ട് കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. യേശുവേ, ഈ പുരുഷാരം എന്നെ നിശബ്ദനാക്കിയത് നീ കണ്ടതല്ലേ? ഞാൻ ഇതുപോലെ പലപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ തള്ളപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതം ഇരുട്ടിലാണ്. എനിക്ക് ചുറ്റും വെളിച്ചമില്ല. ഞാൻ തപ്പിത്തടഞ്ഞാണ് ജീവിക്കുന്നത്. മാത്രമല്ല, എനിക്കൊരു ഭവനമില്ല, എനിക്കൊരു കുടുംബമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല. അതുകൊണ്ട് എനിക്ക് കാഴ്ച പ്രാപിക്കണം. എൻ്റെ ഗുരുവേ, എനിക്ക് കാഴ്ച വേണം. നിന്റെ മുഖമൊന്ന് കാണാൻ, നിന്റെ വഴിയൊന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ വ്യക്തമായുടെ കണ്ണിന്റെ കാഴ്ച മാത്രമല്ല വ്യക്തമായി ആഗ്രഹിക്കുന്നത്, അവന്റെ ഹൃദയത്തിന്റെ ഉൾക്കാഴ്ച കൂടിയാണ് വ്യക്തമായി ആഗ്രഹിക്കുന്നത്. അവന്റെ ഹൃദയത്തിന്റെ ഉൾക്കാഴ്ച. നിന്നെ ഒന്ന് നിന്റെ മുഖമൊന്ന് കാണാൻ, നിന്നെ ഒന്ന് കാണാൻ, നിന്റെ വഴിയൊന്ന് മനസ്സിലാക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട ഗുരുവേ, എനിക്ക് കാഴ്ച വേണം, എനിക്ക് കാഴ്ച വേണം. വ്യക്തമായുടെ ഹൃദയം തൊടുന്ന പ്രാർത്ഥനയും യേശു ഇങ്ങനെ പറഞ്ഞു, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വ്യക്തമായി ഉടനെ കാഴ്ച പ്രാപിച്ചു. പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ഈ വാക്ക് വിശ്വാസത്തിന്റെ വാക്കാണ്. അത് വ്യക്തമായുള്ള സ്നേഹത്തിന്റെ വാക്കാണ്. വ്യക്തമായുള്ള സ്നേഹത്തിന്റെ വാക്കാണ്. എന്നാൽ വ്യക്തമായി സംബന്ധിച്ചിടത്തോളം പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്ക് വ്യക്തമായിക്ക് അത് അവന്റെ വിശ്വാസത്തിന്റെ വിജയപ്രഖ്യാപനമാണ്. അവൻ ഇരുളിൽ നിന്നും വെളിച്ചത്തിലോട്ട് വന്ന ദിനമാണ്. അവൻ യേശുവിനെ കണ്ട ദിനമാണെന്ന്. അവൻ ലോകത്തിന്റെ വെളിച്ചം കണ്ട ദിനമാണ്. ഇനി അവൻ പ്രതീക്ഷിച്ചതുപോലെ അവന്റെ പ്രഭാതത്തിന്റെ പൊൻപുലരികൾ വിടരുന്ന ദിവസങ്ങൾ ഇനി കൂടുതലായിട്ട് വരാൻ പോകുകയാണ്. വ്യക്തമായിട്ട് കാഴ്ച പ്രാപിച്ചു. യേശു ഈ വാക്ക് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, എൻ്റെ മകനെ വ്യക്തമായി നിന്നെ രക്ഷിച്ചത് എൻ്റെ ശക്തിയല്ല, അത് നിന്റെ വിശ്വാസമാണ്. നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. ഈ വാക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഒരുവൻ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവവിശ്വാസമാണ് ആധാരം. ദൈവവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അനുഗ്രഹം പ്രാപിക്കാൻ ഒരുവിന് വേണ്ടത് ദൈവവിശ്വാസം തന്നെയാണ്. വ്യക്തമായി കാഴ്ച പ്രാപിച്ചു. അവസാനം പറയുന്നു, യാത്രയിൽ അവനെ അനുഗമിച്ചു. വ്യക്തമാക്കി കാഴ്ച കിട്ടിയതിനു ശേഷം വീണ്ടും അവന്റെ വിശാടനത്തിന് മടങ്ങിപ്പോയില്ല. എന്നാൽ ഇതുവരെ കാണാത്ത ബന്ധുമിത്രാദികളെയും അവൻ തേടിപ്പോയില്ല. പകരം അവൻ യേശുവിനെ യാത്രയിൽ അനുഗമിച്ചു. യേശുവിന്റെ ശിഷ്യനാകാനുള്ള ഒരു ആരംഭം ഇവിടെ തുടങ്ങുകയാണ്. വ്യക്തമായുടെ ശിഷ്യത്വം അതവന്റെ കൃതജ്ഞതയുടെ ഭാഗമാണ്. വ്യക്തമായി ആ കൃതജ്ഞതയെക്കുറിച്ച് പറയുവാണെങ്കിൽ വ്യക്തമായി ഇങ്ങനെ പറയും, എൻ്റെ പ്രിയപ്പെട്ട ഗുരുവേ, ഞാൻ എന്നെ പൂർണ്ണമായി നിന്നിൽ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ അനുഗമിക്കും. നീ എനിക്ക് കാഴ്ച തന്നതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള മറുപടി, ഞാൻ നിന്നെ അനുഗമിക്കും. നമ്മുടെ ജീവിതത്തിലും ധാരാളം അനുഗ്രഹങ്ങളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒത്തിരി 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 അനുഗ്രഹങ്ങൾ. ഞാൻ ഈ വചനത്തെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഒരു മിനിറ്റ് എൻ്റെ മുറിയിൽ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് നടന്നു. വ്യക്തമായി നടന്നത് ഭയങ്കര പാടാണ്, ഒത്തിരി പാടാണ്. തട്ടിയൊക്കെ വീഴും. പ്രത്യേകിച്ച് ഏജ് നോക്കണമല്ലോ. ഒരിക്കലും ഗേറ്റിന് പുറത്തോട്ടും പോകാൻ പറ്റത്തില്ല കണ്ണടച്ചുകൊണ്ട്. മുറിക്കകത്ത് നമുക്കൊരു
സ്പേസിൻ്റെ ഒരു മെഷർമെൻറ്റ് നമുക്കുണ്ട്. എന്നാലും പാടാം. അപ്പം ഞാൻ ഈ വ്യക്തമായ ഒരു ജീവിതകാലം മുഴുവൻ ഈ അന്ധകാരത്തിൽ കഴിഞ്ഞല്ലോ, അവന് വെളിച്ചം കിട്ടിയപ്പോൾ വെറുതെ അല്ല അവൻ യേശുവിനെ അനുഗമിച്ചത്. പക്ഷെ നമ്മൾക്ക് ചെറുപ്പം മുതലേ കണ്ണിന് കാഴ്ചയുണ്ട്, നമുക്ക് കുടുംബമുണ്ട്, ബന്ധുക്കളുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്, നമ്മളെ കരുതാൻ ആൾക്കാരുണ്ട്, നമുക്കൊരു ഭവനമുണ്ട്, നമുക്ക് ഉപജീവന മാർഗങ്ങളുണ്ട്. ഇതൊക്കെ സാധാരണയാണ് നമ്മൾ ചിന്തിക്കുക. അല്ല, നമ്മുടെ ഗേറ്റിന് പുറത്ത് ഭർത്തമായിമാർ അനേകരാണ്, അനേകം ഭർത്തമായിമാർ കഴിയുകയാണ്. ഇതൊന്നുമില്ലാതെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുക. ദൈവം ചെയ്ത നന്മകൾക്കായി ദിവസവും നന്ദി പറയും. എത്രയോ ആപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. നമ്മളെല്ലാവരും കാറിൽ യാത്ര ചെയ്യുന്നവരാണ്, സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. ഓർക്കണം, നമ്മളെ അപകടങ്ങളിൽ നിന്നൊക്കെ കാത്തു പരിപാലിച്ചു. ഞാനിപ്പോൾ ഓർക്കുവാണ്, ഞാനൊരു 3 മാസത്തിന് മുമ്പ് ഒരു എറച്ചിൽപ്പാറ എന്ന സ്ഥലത്ത് ഞങ്ങളൊരു ടൂറിന് പോയി. അവിടുത്തെ ഒരു വാട്ടർഫോൾ കാണാനായിരുന്നു, ഇടുക്കിയിലെ എറച്ചിൽപ്പാറ വാട്ടർഫോൾ എല്ലാം കണ്ടു. രാവിലെ വെളുപ്പിലെ 3 മണിക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. എറച്ചിൽപ്പാറ കണ്ട് തിരിച്ചു വരുന്ന ഇച്ചിരി സന്ധ്യയായിപ്പോയി, ഇരുട്ടിപ്പോയി. ഞങ്ങൾക്കൊരു ഫോറസ്റ്റിൽ കൂടെ വേണം കടന്നു പോകാൻ. ഇടത് ഭാഗം ഫോറസ്റ്റാണ്, വലത് ഭാഗത്ത് ഗർത്തമാണ്, അതായത് പാറക്കെട്ടാണ്. നമ്മൾ നോക്കിയാൽ നമുക്കതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റത്തില്ല. യാത്രാക്ഷീണം കൊണ്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്, എബി ഉറങ്ങുന്നുണ്ട്. എബിയായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത്. എബി ഉറങ്ങുന്നില്ല. ഞാൻ ഒന്ന് മയങ്ങി. ഞാൻ പിന്നെ ഒരു വലിയ ബുൾഡോസർ ഒന്ന് ഇടിക്കുന്ന ഒരു സൗണ്ട് പോലെ കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത്. ഒരു വലിയ സൗണ്ട് കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത്. ഉണർന്നപ്പോൾ ഞങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിരുന്ന വണ്ടി റൈറ്റ് സൈഡിൽ പോയി നിൽക്കുകയാണ്. അതൊരു മരത്തെ കോർത്ത് നിൽക്കുകയാണ്. വണ്ടിയുടെ പൊസിഷൻ, ഇങ്ങനെയുള്ള പൊസിഷൻ ഇപ്പം ഇങ്ങനെയായി. ലെഫ്റ്റ് സൈഡിലെ ടയർ തൊട്ടില്ലെന്ന മട്ടിലാണ്, മറ്റേ ടയർ മരത്തിലിടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് പുറയിൽ കൂടെ വന്ന വണ്ടിക്കാർ വേറെ നിർത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, അനങ്ങരുത്, ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുക, വണ്ടിയുടെ പൊസിഷൻ ഞങ്ങൾ ശരിയാക്കുക. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഉറങ്ങിപ്പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ലെഫ്റ്റിൽ നിന്ന് പോയി റൈറ്റിൽ വന്നത്. അതുകൊണ്ട് അവർ വേറെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു. ഞങ്ങൾ വളരെ സ്ലോലി ലെഫ്റ്റ് സൈഡിൽ കൂടെ, റൈറ്റ് സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല, വണ്ടി പൊങ്ങി നിൽക്കുകയാണ്, അത് ഗർത്തമാണ്. ഞങ്ങൾ പതിയെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇറങ്ങി വന്നു. ഞാൻ ഓർക്കുവാണ്, ഞങ്ങൾ 3 പേരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട സമയങ്ങളായിരുന്നു. ദൈവം തൻ്റെ കരങ്ങളിൽ ഞങ്ങളെ താങ്ങി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം ഞങ്ങളെ കരയറ്റി. ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇതൊരു സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ, ഞാനിത് ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതൊരു സാക്ഷ്യമായിട്ടും പറയണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വ്യക്തമായി യേശുവിനെ അനുഗമിച്ചു. അനുഗ്രഹങ്ങളെ പ്രാപിച്ചു കഴിയുമ്പോൾ നന്ദിയുള്ളവരായി ജീവിക്കാം. ഇന്ന് ഈ നോമ്പ് ദിനത്തിലെ ഈ ദിവസത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഞങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കും, യേശുവിനെ ഞങ്ങൾ അനുഗമിക്കും. ജീവിതത്തിൽ ചെന്ന നന്മകളെ ഞങ്ങൾ ദിവസം പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ദൈവമേ സ്തോത്രം, ഞങ്ങൾക്ക് അപകടമൊന്നും കൂടാതെ ഞങ്ങളെ ഭവനത്തിൽ ഞങ്ങൾ എത്തിച്ചല്ലോ എന്ന് ഞങ്ങൾ പറയും എന്ന തീരുമാനത്തോടെ നമുക്ക് ഒരുങ്ങി പോകാം. ഇത്രയും സമയം ഞാൻ ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. Rabboni, let me see more than just the healing in front of me. Touch my eyes and touch my heart. Take this darkness, tear it apart. Rabboni, here I am, nothing in my hands, just an empty